മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു ഷിയാക്കളാണ് നബിദിനാഘോഷം തുടങ്ങിയത് എന്ന്. അത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തി പോന്നിട്ടുണ്ട്. തർക്കമില്ലാത്ത വിധം പരക്കെ അറിയപ്പെട്ട കാര്യമാണ്. ഫാത്തിമിയാക്കൾ ആരംഭിച്ചു, ഷിയാക്കൾ ആരംഭിച്ചു. നിങ്ങൾ സൂഫിയായ പണ്ഡിതൻ താരീഖ് മൗലിദ് അതിലും പറഞ്ഞു ഇത് ശരിയാണോ, ഷിയാക്കളാണോ ആരംഭിച്ചത്? അല്ലെങ്കിൽ ഷിയാക്കൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആരാണ് നബിദിനം ആഘോഷിച്ചത്? സ്വഹാബത്തുണ്ടോ, താബിഈങ്ങളുണ്ടോ, അയിമത്തുൽ അന്നത്തെ ഇസ്ലാമിക ഭരണകൂടമുണ്ടോ, അമവികളുണ്ടോ, അബ്ബാസികളുണ്ടോ, ഖുലഫാഉർ റാഷിദുണ്ടോ? ഷിയാക്കൾക്ക് മുമ്പ് ആരാണ് ഭരണകൂടങ്ങളോ വ്യക്തികളോ ഇമാമിങ്ങളോ ആരാണ് ഈ ആഘോഷം പഠിപ്പിച്ചത് എന്ന മൂന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, മൂന്നും ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് ഞങ്ങൾ കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഉത്തരം പറയണം. ഏതായാലും അൽഹംദുലില്ലാഹ് ഫൈസൽ മൗലവിയുടെ മാനദണ്ഡം പറഞ്ഞു. ഏതാ മാനദണ്ഡം? പ്രമാണങ്ങളോട് എതിരാണെങ്കിൽ KM മൗലവി പറഞ്ഞാലും തള്ളും. അത് KM മൗലവി പറഞ്ഞാൽ മാത്രമല്ല, ഫൈസൽ മൗലവി പറഞ്ഞാലും തള്ളിക്കോളൂ മുജാഹിദുകളെ. ഇതാ ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാദം, ആ വാദം ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ്. ഇവിടെ ഇബ്നു തൈമിയ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിനോട് എതിരാണ്. ഹാഫിദ് ഇബ്നു ഹജർ തങ്ങളുടെ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിനോട് എതിരാണ്. അവരൊക്കെ കണ്ട തെളിവിന് എതിരാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. അതുകൊണ്ട് ഫൈസൽ മൗലവി പറഞ്ഞതാണെങ്കിലും പ്രമാണവിരുദ്ധമാണെങ്കിൽ, ഇമാമുമാർക്ക് പരിചയമില്ലെങ്കിൽ, നമ്മുടെ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ടതല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതില്ല, തള്ളേണ്ടതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 2016 സമാനമായ സംവാദം നടക്കുമ്പോൾ കമ്പിലിൽ നിങ്ങൾ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നു. ആ കുറിപ്പിൽ എന്താ പറഞ്ഞത്? നബിദിനാഘോഷം ആഘോഷിക്കാൻ അതിന് മുതിരുന്നവർ, പ്രേരിപ്പിക്കുന്നവർ നരകത്തിലേക്ക് വഴി നടത്തുകയാണോ? അല്ലേ, നരകത്തിലേക്ക് വഴി നടത്തുകയാണോ എന്നല്ലേ പറഞ്ഞത്? എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? KM മൗലവിയെ പോലെയുള്ള, EK മൗലവിയെ പോലെയുള്ളവർ നരകത്തിലേക്ക് വഴി നടത്തിയവരാണോ? നോക്കൂ, ഞങ്ങൾ ഇവിടെ പുതിയതായിട്ടൊരു തെളിവും പറഞ്ഞിട്ടില്ല. KM മൗലവി പറഞ്ഞ തെളിവ് തന്നെ, EK മൗലവി പറഞ്ഞ തെളിവ് തന്നെ, ഐക്യസംഘക്കാർ പറഞ്ഞ തെളിവ് തന്നെ, നമ്മളെല്ലാവരും ഒന്നായിരിക്കുമ്പോൾ പറഞ്ഞ തെളിവ് തന്നെ. പുതിയതൊന്നും പറഞ്ഞിട്ടില്ല. ആരാ പിന്നെ പുതിയത് പറഞ്ഞത്? ആരാ പുതിയത് പറഞ്ഞത്? 950-കൾക്ക് ശേഷം പുതിയ തെളിവുമായി രംഗത്ത് വന്നത് നിങ്ങളാണ്. അതേതുപോലെ ഇവിടെ ജൂതനസാറാക്കൾ പരിശുദ്ധമായ അള്ളാഹുവിലുള്ള ഏകദൈവ വിശ്വാസത്തിനെതിരെ പുതിയ വാദങ്ങൾ കൊണ്ടുവന്ന് തഹരീഫ് നടത്തിയതുപോലെ, ആ തഹരീഫ് നടത്തിയവരോട് പ്രാമാണികമായി മുസ്ലിം ലോകത്തിന് പരിചിതമല്ലാത്ത, ഇമാമുകൾ കൈകാര്യം ചെയ്തതിനോട് പരിചിതമല്ലാത്ത ഒരു കാര്യത്തെ പുതുതായി കൊണ്ടുവന്ന് തഹരീഫ് നടത്തിയവരോട് ഞങ്ങൾ പറയട്ടെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. നമുക്കിടയിൽ തർക്കമില്ലാതിരുന്ന ഒരു കാലമുണ്ട്. നമുക്ക് ആരാ KM മൗലവി? നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവല്ലേ? ഇതിന്റെ ആചാര്യനല്ലേ? ഏത് അനാചാരങ്ങൾക്കെതിരെയും അതിശക്തിയുക്തം പ്രതികരിച്ചിരുന്ന നിങ്ങളുടെ നേതാവെന്ന് നിങ്ങൾ വാഴ്ത്തി പറഞ്ഞിട്ടുള്ള ആളല്ലേ? നിങ്ങളുടെ നേതാവെന്ന് വാഴ്ത്തി പറഞ്ഞിട്ടുള്ള ആളല്ലേ? അദ്ദേഹത്തെ നിങ്ങൾക്ക് തള്ളേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത് മടങ്ങി വരിക. ഫൈസൽ മൗലവി പറഞ്ഞിട്ടുണ്ട് മുജാഹിദുകളോട്, പ്രാമാണിക വിരുദ്ധമായത് ഫൈസൽ മൗലവി പറഞ്ഞാലും സ്വീകരിക്കണ്ട, അത് KM മൗലവിന്റെ അവിടെ വെച്ച് സ്റ്റോപ്പാക്കണ്ട. അതിവിസ്ഡം പറഞ്ഞാലും സ്വീകരിക്കണ്ട, ആര് പറഞ്ഞാലും സ്വീകരിക്കണ്ട. അതാണ് നമ്മുടെ മാനദണ്ഡം. അതിനപ്പുറത്തേക്ക് ഒരു മാനദണ്ഡമില്ല. നിങ്ങൾക്ക് തോന്നിയിടത്തൊക്കെ നിങ്ങൾക്ക് ആയത്തോതാ, നിങ്ങൾക്ക് തോന്നിയ തഫ്സീറുകൾ പറയാ, അല്ലേ? മൂപ്പർക്ക് വസീലത്തു ശിർക്ക് എന്ന് പറയുന്ന, പിന്നെ ജിന്നിനോട് സഹായം ചോദിക്കുന്ന മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തോട്ടത്തിൽ വസീലത്തു ശിർക്ക് എന്ന് പറയുമ്പോഴേ സദസ്സളകുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. നിങ്ങൾക്കറിയാം, KN-കാർ ഇത് പിടികൂടുമെന്നറിയാ. ആ വസീലത്തു ശിർക്കിന് നിങ്ങൾ ഓതി ആയത്തുണ്ടല്ലോ, റബ്ബനസ്തംതഅ, നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ? ആ ചോദിച്ചിരുന്നത് പോലെ തന്നെ അതിനെ ആ തെളിവ് പിടിക്കുന്ന ഫൈസൽ മൗലവിയാണ് ഇവിടെ വന്നിട്ട് പുതിയ വാദങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാണ്, പിന്നെ അബൂലഹബിന് ഈ കാര്യം കിട്ടിയോ ഇല്ലയോ എന്ന് ആര് പറഞ്ഞതാ? ഇമാമുകൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഫത്ഹുൽ ബാരിയാണ്. ഫത്ഹുൽ ബാരി പറയുന്ന കാര്യം എന്താ? ഇത് ചർച്ച ചെയ്തിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന ഇബാറത്ത് വതതിമ്മതു ഹാദാ അൻ യഖഅ തഫദ്ദുലുൽ മദ്കൂർ. ഇവിടെ ഈ പറയപ്പെട്ട പോരിശ ലഭിക്കലാണ്. എന്തിനാണ് ഈ പോരിശ കിട്ടിയത്? അബൂലഹബിന് ഈ കിട്ടിയ പ്രത്യേകതയുണ്ടല്ലോ, അതെന്തിനാണ്? ആരാണ് ആ പ്രത്യേകത കൊടുത്തത്? അല്ലാഹുവാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇക്റാമൻ, ആദരിച്ചതിന് വേണ്ടി. ആരെ? അബൂലഹബിനെ ആദരിച്ചതിന് വേണ്ടിയാണോ? അല്ല. എന്താണ് ഇക്റാമിന്റെ മാനദണ്ഡം? ലിമൻ വഖഅ മിനൽ കാഫിരി അൽ ബിർ. ഈ കാഫിറായ മനുഷ്യന്റെ ഉള്ളിൽ നിന്നൊരു ബിർ സംഭവിച്ചിട്ടുണ്ട്, ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ട്. ആ നല്ല കാര്യത്തോടുള്ള ഇക്റാമാണ്. അവിടെ നിങ്ങളുടെ ഈ ചോദ്യം പ്രസക്തമാവുന്നത് എവിടെയാണെന്നറിയോ? ഈ പറയപ്പെട്ട കാര്യത്തെ ഏതെങ്കിലും ഒരു ഇമാം
അത് പുണ്യമല്ല എന്നോ, മുസ്ലിമീങ്ങൾക്ക് അത് പുണ്യമുള്ള കാര്യമല്ല എന്നോ, അത് അമലും സ്വാലിഹ അല്ല എന്നോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രസക്തി. എന്നാൽ ഈ പറയപ്പെട്ട കാര്യമുണ്ടല്ലോ, അബൂലഹബിന് കിട്ടിയ കാര്യം, അബൂലഹബിന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ബിറുണ്ടല്ലോ, ആ ബിറ് അത് ആരിൽ നിന്ന് സംഭവിച്ചു എന്ന് നോക്കാതെ ആ ബിറ് അത് ഗുണമുള്ള അമലുൻ സ്വാലിഹാണെന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. അസ്സാരിമുൽ മസ്ലൂലിൽ അദ്ദേഹം ഇതിനെ പരാമർശിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന്റെ വാക്കായി പരാമർശിച്ചിട്ടില്ലേ? ഇബ്നുൽ ഖയ്യിം പരാമർശിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഷിയാക്കളുടെ പിന്നെ മുമ്പ് നബിദിനം ആഘോഷിച്ച് നടത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇതിനും ചോദ്യത്തിന്റെ മറുപടി നമ്മളോടല്ല, ചോദ്യം നമ്മളോട് കെ എം മൗലവിയോട്, ഇ കെ മൗലവിയോട്. അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കാദിയാനികൾക്ക് മുമ്പ് നബിദിനാഘോഷം എന്ന വിരോധം പറഞ്ഞത് വേറെ ആരും നിങ്ങളും അവരുമല്ലേ? ഈ വഹാബി കാദിയാനി നെക്സസ് പൊളിക്കാനാണ് ചെറുവാടി സംവാദം. അത് പൊളിച്ചിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരവുണ്ടെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലും ഉത്തരമില്ല. അപ്പൊ ഇനി ഏറ്റവും നല്ല പണി എന്താ അറിയോ? അതന്നെ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇത്തിഫാഖ് എന്താണ്? ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. സ്വഹാബത്തിന് പരിചയമില്ല, താബികൾക്ക് പരിചയമില്ല, തബഉ താബികൾക്ക് പരിചയമില്ല, മദ്ഹബിലെ ഇമാമക്ക് പരിചയമില്ല. ഇത് ഇത്തിഫാഖാണല്ലോ. അതാണ് സവാഉൻ ബൈനനാ വ ബൈനക്കും. അതിലേക്ക് വന്നോളി, പ്രശ്നം തീരും. പിന്നെന്താ? ഇതൊക്കെ കെ എം മൗലവി പറഞ്ഞാൽ മതി. കെ എം മൗലവി അതേ ലേഖനത്തിൽ പറഞ്ഞു ഇത് ആദ്യ നൂറ്റാണ്ട് ഉണ്ടായിരുന്നില്ല. അത് അംഗീകരിച്ചാൽ കഴിഞ്ഞില്ലേ? അതേ ലേഖനത്തിൽ അതേ അൽ മുർഷിദും അതേ ഇർഷാദിലും ഒക്കെ പറഞ്ഞു കാണാം ഇത് ഉത്തമ തലമുറയിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് മുദഫർ രാജാവാണ് രാജകീയമായി കൊണ്ടുവന്നത്. അതിനുശേഷം ഉലമാഉ ശറഅ് രണ്ടഭിപ്രായമായിരിക്കുന്നു എന്ന ആ അൽ മുർഷിദ് ലേഖനത്തിന്റെ ആകത്തുക എന്റെ ബുക്കിൽ ബുക്കി പിടിച്ചല്ലോ, ആ പുസ്തകത്തിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചാൽ മതി. അപ്പൊ കെ എം പറഞ്ഞെടുത്താലും ക്ലിയർ ആവും. എന്നാൽ ദലീലെതിര് പറഞ്ഞാലോ, അത് ഫൈസൽ മൗലവി പറഞ്ഞാലും വിസ്ഡം പറഞ്ഞാലും ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ഒരു സംശയമില്ല. അതല്ലേ ഞങ്ങൾ നിലപാട്. അതല്ലേ ഞങ്ങൾ ഇത്ര ധൈര്യമായി നിൽക്കുന്നത്. ഇവിടെ ആർക്കും അപ്രമാദിത്വമില്ല, ദലീലുകൾക്ക് മാത്രമേ ഉള്ളൂ. ദലീലെതിരായ ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല എന്ന അഹ്ലുസുന്നയുടെ അസ്ല്, ആ അസ്ലിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് എന്ന സന്തോഷപൂർവ്വം അയവിറക്കുകയാണ്.